സ്ഥിരമായി നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് ഒന്ന് മാറി നടക്കണം എന്നാഗ്രഹിക്കുന്ന ചില ശ്രമങ്ങളാണ് പെരിന്തൽമണ്ണയിലെ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഒരു IAS അക്കാഡമിയായി വളർന്നത്. MLA എന്ന നിലയിൽ എൻ്റെ ചില സ്വപ്നങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ്. അതിനൊരു ഉത്തരവേ ഉള്ളൂ. കേരളത്തിൽ എന്താണ് ഉള്ളത്? കേരളത്തിൽ മനുഷ്യരേ ഉള്ളൂ. മനുഷ്യരാണ് നമ്മുടെ ഏറ്റവും വലിയ വിഭവം. ഇല്ല, നമുക്ക് ധാതു നിക്ഷേപങ്ങൾ കുറവാണ്, വ്യവസായം ഉണ്ടാക്കാനുള്ള ഭൂമിയില്ല, നമ്മളുടെ ഭാഗത്ത് കടലും മറ്റു ഭാഗത്ത് പശ്ചിമഘട്ടവുമാണ്. ഒരു ഭാഗത്ത് CRZ ആണ്, മറ്റു ഭാഗത്ത് ഫോറസ്റ്റിന്റെ നിയമങ്ങളാണ്. ഇതിനിടയിൽ കേരളത്തിന് വികസിക്കാൻ എന്താണ്? കേരളത്തിന്റെ ആകെയുള്ള സമ്പത്താണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുട്ടികളെന്ന് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു. പക്ഷെ ഏറ്റവും വിചിത്രമായ കാര്യം, നമ്മൾ ഈ സമ്പത്തിനെ എവിടെ നിക്ഷേപിക്കുന്നു എന്നതിലാണ് കാര്യം. എന്താണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്വപ്നങ്ങൾ എന്നതാണ് കാര്യം. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള വലിയ സ്വപ്നം എത്രയോ വർഷങ്ങളായി സാച്ചുറേറ്റഡ് ആയ ഒരു മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഹൈസ്കൂളിലെ കുട്ടികളാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? ഹയർ സെക്കൻഡറിക്ക് +2 സയൻസ് എടുക്കുന്നത് തന്നെ നീറ്റിന് പോകാനാണ്, അല്ലെ? നീറ്റ് കോച്ചിങ് സെന്ററിൽ തളച്ചിടപ്പെടുന്ന നമ്മുടെ കുട്ടികളെ അത് മാത്രമല്ല സ്വപ്നം എന്ന് പഠിപ്പിക്കുകയാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ്, ഞാൻ വരുന്നത് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന നിയോജകമണ്ഡലം, മലപ്പുറം ജില്ല. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന നഗരങ്ങളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ. പക്ഷേ രസകരമായ കാര്യം, ഒരു മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3-4 ഡോക്ടേഴ്സ് എങ്കിലും MLA എന്ന നിലയിൽ എൻ്റെ അടുത്ത് റെക്കമെൻഡേഷന് വരാറുണ്ട്. അവരിൽ പല ഡോക്ടേഴ്സും പാസ്സായിട്ടുള്ളത്, MBBS പാസ്സായിട്ടുള്ളത് കേരളത്തിലെയോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഉള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. അവർ പറയുന്നത് 15,000 രൂപയ്ക്ക് ഞങ്ങൾ ശമ്പളത്തിനും വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഞങ്ങൾക്ക് ഒരു അവസരം വേണം. അപ്പൊ ഇപ്പൊ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ഡോക്ടർ എന്ന് അത്ര അഭിനിവേശം ഉണ്ടെങ്കിൽ അല്ലാതെ, അത്ര പാഷൻ ഉണ്ടെങ്കിൽ അല്ലാതെ, അതൊരു ജോബ് എന്ന നിലയിൽ സാച്ചുറേറ്റഡ് ആകാൻ പോകുന്നുള്ളതാണ്. മാത്രമല്ല, ഇനിയുള്ള ഒരു കാലത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്താണ്? സാധ്യത എന്ന് പറയുന്നത് വി വാണ്ട് മോർ ലീഡേഴ്സ് എന്നുള്ളതാണ്. ലോകത്തിന് എന്താണ് ഡിമാൻഡ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താ അറിയോ കുട്ടികൾക്ക്? അറിയോ? ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ കുറെ നേതാക്കന്മാരുണ്ട്. ലോകത്തിന് നേതാക്കളെ വേണം. എന്തിനാണ് നേതാക്കളെ വേണ്ടത്? പൊളിറ്റിക്സിൽ മാത്രമാണോ? No. We want more leaders in executive. നമുക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, നാടിനെ നയിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ വേണം. We want more leaders in entrepreneurship. നമുക്ക് യൂസുഫ് അലിയെ പോലെയുള്ള നല്ല ഓൺട്രപ്രണേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയണം. അത് മാത്രമാണ് ലോകത്ത് ഇനിയുള്ള സാധ്യത. എന്താണെന്നറിയോ കുട്ടികളെ? നമ്മുടെ സ്വപ്നങ്ങൾ വിസ്തൃതമാവുകയാണ്. ഞങ്ങൾ IAS അക്കാഡമി പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിലെ തന്നെ പല വിദ്യാഭ്യാസ വിചക്ഷണരായിരുന്ന ആളുകളും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് എന്നോട് പറഞ്ഞത്, ഈ കുഴിയിലേക്ക് ചാടും മുമ്പൊന്നും ശ്രദ്ധിക്കണം എന്നാണ്. എനിക്ക് പിന്നെ കുഴി ചാടാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ചാടാൻ തീരുമാനിച്ചു, എന്നിട്ട് ബാക്കി ആലോചിക്കാൻ തീരുമാനിച്ചു. പക്ഷെ രസകരമായ കാര്യം, അന്ന് എന്നോട് ചോദിച്ചത്, നിങ്ങളൊരു IAS അക്കാഡമി ഒരു 3 ടയർ സിറ്റിയിൽ തുടങ്ങിയാൽ സാധാരണ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലും സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തൊക്കെയുള്ള ഒരു അക്കാഡമി നിങ്ങളൊരു നാട്ടിൻപുറത്തേക്ക് കൊണ്ടുവന്നാൽ അവിടേക്ക് കുട്ടികൾ വരുമെന്നായിരുന്നു ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ പരീക്ഷ നടത്തുമ്പോൾ
100 സീറ്റുകളിലേക്ക് പരീക്ഷ എഴുതാൻ 800 കുട്ടികൾ വന്നിട്ട് ആ കുട്ടികളെ എന്നെ തോൽപ്പിച്ചതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഡൽഹിയിലും തിരുവനന്തപുരത്തൊക്കെ ഉള്ള പോലെ വലിയ IAS ഓഫീസർമാരും അതുപോലെ തന്നെ വലിയ ഫാക്കൽറ്റീസും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമെന്നാണ്. ഞങ്ങൾ ആദ്യത്തെ വർഷം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള IAS കോച്ചിങ് സെന്ററിലെ നീരജ് നച്ചികേത എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നാണ് ഞങ്ങൾ അതിനെ പൊളിച്ചത്. അതും കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ കുട്ടികളോട് ഞാൻ പറയാണ്, ഇഫ് ദ റിസൾട്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എല്ലാം സംഭവിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 100 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാലന്റ് പൂൾ പരീക്ഷ എഴുതുന്ന 14 ലക്ഷം പേർ പരീക്ഷ എഴുതുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ്. അതിന് 3 ഫേസ് ആണുള്ളത്, 3 തലം. ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ള പ്രിലിംസ് എക്സാം ആണ്. ഞങ്ങളെ 100 കുട്ടികളിൽ നിന്ന് 9 കുട്ടികൾ ആദ്യത്തെ എക്സാം ക്രാക്ക് ചെയ്തുകൊണ്ട് ചരിത്രമുണ്ട്. ഇന്ത്യയിൽ 14 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതിയിട്ട് 10,000 പേരാണ് അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 1% ആണ്. പെരിന്തൽമണ്ണയിലെ IAS അക്കാഡമി ആദ്യത്തെ വർഷം 9% ക്രാക്ക് ചെയ്തുകൊണ്ടാണ് അതിന്റെ ചരിത്ര യാത്ര തുടങ്ങി. രണ്ടാമത്തെ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് പ്രിലിംസ് പാസ്സായ കുട്ടികൾക്ക് മെയിൻസ് എന്ന് പറയുന്ന പരീക്ഷ. അത് essay ടൈപ്പിലുള്ള പരീക്ഷ. ആ പരീക്ഷ ഇന്ത്യയിലെ ഈ 10,000 ജേതാക്കളിൽ നിന്ന് 2,000 ആക്കി അതിനെ കുറക്കും. അതിലേക്ക് എത്തിയപ്പോൾ 1% പോലും ഇല്ലാത്ത സക്സസ് റേറ്റിൽ ഞങ്ങൾ 3%, 3 കുട്ടികൾ പരീക്ഷ പാസ്സായി. റെസിഡൻഷ്യൽ കപ്പാസിറ്റിയോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനത്തിനകത്ത് ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് ഒരു IAS ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അതിന്റെ രണ്ടാമത്തെ വർഷമായപ്പോൾ അത് പിന്നെയും പറഞ്ഞു. ഇപ്പൊ ഞാൻ വളരെ പ്രൗഡ്ലി ഐ കൻ സേ വിത്തിൻ 4 years 64 കുട്ടികൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ ഉൾപ്പെടെ കേരള സ്റ്റേറ്റ് ഗസറ്റഡ് റാങ്കിൽ ഉൾപ്പെടെ 64 കുട്ടികളെ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിക്കാൻ 4 വർഷങ്ങൾക്കുള്ളിൽ. ഞാൻ കുട്ടികളോട് എപ്പോഴും ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണോ അല്ലെങ്കിൽ 100 കണക്കിന് ഡോക്ടർമാരെ നിയമിക്കുന്ന ഒപ്പിടാൻ പറ്റുന്ന ആരോഗ്യ സെക്രട്ടറി ആവണോ എന്നുള്ളത്. നിങ്ങൾ ഒരു ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം 10 വർഷം ഡെഡിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ +2 കഴിഞ്ഞ് നേരെ നീറ്റിന് കഴിഞ്ഞ് എക്സാം, പിന്നെ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും നിങ്ങളൊരു പേഷ്യന്റ് വരണമെങ്കിൽ മിനിമം PG എടുക്കണം. 2 വർഷം, പിന്നെ 8 വർഷം. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കുമ്പോൾ 10 വർഷം.